ഹായ് എവ്രി വൺ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. ഞാൻ റീമ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ ആണ് ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം വരികയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പറേഷൻ ഇപ്പോഴേ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് എക്സാമിൻ്റെ പോസ്റ്റിൻ്റെ പേരൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ കേരള ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് അതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത്. എക്സാം ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് 3 ഘട്ടമാണെന്ന് നമുക്ക് പറയാം. 3 phases ഉണ്ട്. അതിൽ ആദ്യത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. സെയിം ഡേ തന്നെ നമുക്കൊരു ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. അതിനുശേഷം ഇൻ്റർവ്യൂ. ഇങ്ങനെ 3 ഫേസസിലൂടെയാണ് നമ്മൾ ഈ എക്സാം കടന്നു പോകേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എക്സാം എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് നമ്മുടെ സാധാ OMR തന്നെയാണ്. അത് 100 മാർക്സിൻ്റെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് 60 മാർക്സ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ആസ് ഓൾവേസ് ഏതൊരു എക്സാമിനെ പോലെയും നമുക്ക് ഒബ്ജക്റ്റീവിനിവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ ടൈം എന്ന് പറയുന്നത് 75 മിനിറ്റും ഡിസ്ക്രിപ്റ്റീവിൻ്റെ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറുമാണ്. സെയിം ഡേ തന്നെയായിരിക്കും. ഓക്കെ, മോർണിംഗ് സെഷൻ നമുക്ക് ഒബ്ജക്റ്റീവ് ആയിരിക്കും ആൻഡ് ആഫ്റ്റർനൂൺ സെഷൻ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനിയുള്ളത് നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവിൻ്റെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ് എന്താണെങ്കിലും എല്ലാവർക്കും അറിയാം. നമ്മൾ ഇംഗ്ലീഷിൻ്റെ പോർഷൻസ് ഒക്കെ ഞാൻ പറയാം. സാധാരണ നമ്മൾ കാണുന്ന പോലെ ഗ്രാമർ ബേസ്ഡ് ആയിട്ടുള്ളതും വൊക്കാബ്സും അങ്ങനെയാണ് ഒബ്ജക്റ്റീവിനകത്ത് വരുന്നത്. പക്ഷേ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളത് ഈ ഡിസ്ക്രിപ്റ്റീവ് പാർട്ടാണ്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിനെ കുറിച്ച് തന്നെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഡിസ്ക്രിപ്റ്റീവ് നമുക്ക് 1 മണിക്കൂർ 60 മാർക്സ്, അതായത് 60 മിനിറ്റും 60 മാർക്സും. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ നോക്കാനുണ്ട്? 3 സാധനങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് എന്ന് പറയുന്നത് പ്രൈസി. ഈ പ്രൈസി എന്നുള്ളത് ഒരു പാസേജ് തന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കണം. ഇതാണ് പ്രൈസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിസ്ക്രിപ്റ്റീവിലുണ്ട്. അടുത്തത് റീഡിങ് കോംപ്രിഹെൻഷൻ. ഒരു വലിയ പാസേജ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ആൻസർ ചെയ്യണം. അതേപോലെ ഷോർട്ട് എസ്സേസ്, റെലവൻ്റ് ആയിട്ടുള്ള ലീഗൽ അല്ലെങ്കിൽ കണ്ടംപററി സോഷ്യോ എക്കോണമിക് ഇഷ്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് എസ്സേ ആയിരിക്കും തരുന്നത്. ഇങ്ങനെ 3 എണ്ണമാണ് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവിനകത്തുള്ളത്. അപ്പോൾ ഈ 3 പാർട്സ് എഴുതാൻ വേണ്ടിയാണ് 1 മണിക്കൂർ സമയം. എന്നിട്ട് ഇതിൻ്റെ മാർക്സോ 60 മാർക്സ്. 60 മിനിറ്റ് 60 മാർക്സ്. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ ഈ ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, ഈ ഒബ്ജക്റ്റീവ് അതായത് 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് പാസ്സായാൽ അതിൻ്റെ ഒരു കട്ട് ഓഫ് ഉണ്ട്. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഇവാലുവേറ്റ് ചെയ്യൂ. പക്ഷെ എല്ലാവരും രണ്ടും എഴുതണം. കാരണം രാവിലെ നമുക്ക് ഒബ്ജക്റ്റീവും ഉണ്ട്, ഉച്ച കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവും ഉണ്ട്. രണ്ടും എഴുതണം. ഒബ്ജക്റ്റീവിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ആവുന്നവർക്ക് മാത്രമേ ഈ ഡിസ്ക്രിപ്റ്റീവിൻ്റെ പേപ്പർ വാലുവേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ എഴുതിയേ പറ്റൂ. അപ്പോൾ നമുക്ക് ഡേ 1 തൊട്ടപ്പോൾ നമുക്കിത് രണ്ടും പഠിച്ചേ പറ്റൂ. ഒബ്ജക്റ്റീവിന് വേണ്ടിയും പഠിക്കണം, ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയും പഠിക്കണം. അപ്പോൾ ഏകദേശം ഇപ്പം നിങ്ങൾക്ക് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയാം. ഇതിനകത്ത് ഈ ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ. ഒന്ന്, പ്രൈസി. ഈ പ്രൈസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാസേജ് തന്നിട്ട് അതിനെ നമ്മളൊന്ന് ചുരുക്കി എഴുതണം. എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആ പാസേജ് നേരെ കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് അങ്ങനെയല്ല. നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്വന്തം ഓൺ വേർഡ്സിൽ നമ്മൾ എഴുതണം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ സിനിമ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് വീട്ടിൽ വന്ന് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ പേരൻസിൻ്റെ അടുത്തോ നമ്മൾ അതിൻ്റെ കഥ ചുരുക്കിയല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. 3 മണിക്കൂറും നമ്മൾ പറഞ്ഞു കൊടുക്കുമോ? ഇല്ല. നമ്മൾ ചിലപ്പോൾ ഒരു 5-10 മിനിറ്റിനകത്ത് നമ്മൾ ആ ഔട്ട്ലൈൻ പറഞ്ഞു കൊടുക്കും അല്ലേ? അത്രയും തന്നെയാണ് നമ്മുടെ പ്രൈസി എന്ന് പറയുന്നത്. ഒരു പാസേജ് തരും, നമ്മൾ അതിനെ ചുരുക്കി എഴുതുക. എത്രത്തോളം ചുരുക്കണം എന്ന് പറഞ്ഞാൽ 1/3 ആയിട്ട്, ആ പാസേജ് എത്രയാണോ അതിൻ്റെ 1/3 ആയിട്ട് നമ്മൾ കുറയ്ക്കണം. അതെത്ര കൗണ്ട് ഉണ്ടെന്നൊക്കെ നമുക്ക് തന്നിരിക്കും. 300 വേർഡ്സ് ആയിരിക്കും മോസ്റ്റ്ലി. അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ചുരുക്കി 100 വേർഡ്സിലോട്ട് നമ്മൾ എഴുതണം. ഇതാണ് പ്രൈസി. അപ്പോൾ പ്രൈസി എഴുതുമ്പം അതിൻ്റെ തീം കറക്റ്റായിട്ട് നമ്മൾ എഴുതണം. ഐഡിയ, മെയിൻ സാധനം എന്താണോ അത് മാറിപ്പോരുത്. ചുമ്മാ വായിച്ചിട്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഇച്ചിരി അവിടെ നിന്ന് ഇവിടെ നിന്ന് എഴുതുന്നു, എൻഡിങ്ങിൽ കുറച്ച് എഴുതുന്നു, അങ്ങനെയല്ല. അതിൻ്റെ മെയിൻ തീം എന്താണെന്നുള്ളത് അവിടെ നമുക്ക് എഴുതണം. അതായത് പറയുന്ന സാധനത്തിൻ്റെ എന്താണോ അത് എഴുതിയിരിക്കുന്നത് അതിൻ്റെ മെയിൻ സാധനങ്ങളെല്ലാം നമ്മുടെ പ്രൈസിക്കകത്ത് വരണം.
അതേപോലെ നമ്മളൊരു പറ്റിയൊരു ടൈറ്റിൽ കൊടുക്കണം കേട്ടോ. അതിനൊക്കെ മാർക്കുണ്ടേ. ടൈറ്റിൽ ഉണ്ടോ എന്ന് നോക്കണം. വായിച്ച് മനസ്സിലാക്കിയിട്ട് അതിന് റെലവൻ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നൊരു ടൈറ്റിൽ അവിടെ കൊടുക്കുക. പിന്നെ ഒരു ക്ലിയർ ആയിട്ട് ഒരു ലോജിക്കലി നല്ല ഫ്ലോയിൽ വരുന്ന പോലെ വേണം എഴുതാൻ. അതായത് പാസേജിനകത്ത് ഒരു കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളത് കൊണ്ടുപോയി കൺക്ലൂഷനിൽ എഴുതരുത്. അതേപോലെ തന്നെ കൺക്ലൂഷനിൽ ചിലപ്പോൾ ഒരു കാര്യം പറയും, അത് നമ്മൾ തുടക്കത്തിലേ പോയി പറയരുത്. അപ്പോൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ പാസേജിൻ്റെ ഫ്ലോ എങ്ങനെയാണോ അതുപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് എഴുതണം. കോപ്പി പേസ്റ്റ് പാടില്ല. വായിച്ചിട്ട് അവനവൻ്റെ ഓൺ വേർഡ്സിൽ വേണം നമ്മളിത് റെഡ്യൂസ് ചെയ്ത് എഴുതാൻ. അപ്പം അങ്ങനെ സമ്മറൈസ് ചെയ്ത് എഴുതുന്നതാണ് പ്രൈസി. ഓക്കെ, സോ ലെങ്തി പാസേജ് വായിച്ച് 1/3 ആയിട്ട് കുറയ്ക്കണം. ടൈറ്റിൽ മസ്റ്റായിട്ട് കൊടുക്കണം. എല്ലാവരുടെയും ടൈറ്റിൽ സെയിം ആവണം എന്നില്ല, സാരമില്ല, നിങ്ങൾക്ക് അതിന് ആപ്റ്റായിട്ട് തോന്നുന്നൊരു ടൈറ്റിൽ കൊടുക്കുക. ഇതാണ് പ്രൈസി. അടുത്തത് നമുക്കുള്ളത് റീഡിങ് കോംപ്രിഹെൻഷൻ. പണ്ട് സ്കൂളിൽ ചെയ്ത അതേ റീഡിങ് കോംപ്രിഹെൻഷൻ തന്നെ. ഒരു പാസേജ് തരും, അത് മോഡറേറ്റ് ആയിരിക്കും, അതിൻ്റെ ഭയങ്കര ഈസി പാസേജ് ഒന്നും വരില്ല, ഒരു മോഡറേറ്റ് ലെവലായിരിക്കും. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, പൊതുവേ 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. പാസേജിനെ ബേസ് ചെയ്ത് 10 ക്വസ്റ്റ്യൻസ്, അത് നമ്മൾ എഴുതണം. ഓപ്ഷൻസ് കാണില്ല. ചിലപ്പോൾ ഒരെണ്ണം വല്ല ട്രൂ ഓ ഫോൾസോ അല്ലെങ്കിൽ ഫിൽ ദ ബ്ലാങ്ക്സോ വരാം. പക്ഷേ കൂടുതലായിട്ടും ആ 10 ക്വസ്റ്റ്യൻസിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മൾ 1 or 2 സെൻറ്റൻസസിൽ നമ്മൾ ആൻസർ ചെയ്യുന്നു. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നോർമലി, ഓരോന്നിനും 2 മാർക്ക് വെച്ച്. അപ്പോൾ ഇവിടെ 20 മാർക്ക്. പ്രൈസി 20, 40, ഷോർട്ട് എസ്സേ 20, അങ്ങനെയാണ് 60 വരുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ മനസ്സിലാക്കിയിട്ടാണോ ആൻസർ ചെയ്യുന്നത്. ചക്കെന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് കൊക്കെന്ന് എഴുതി വെച്ചേക്കത്, എന്താണോ ചോദിച്ചിരിക്കുന്നത് അതിന് ആൻസർ ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ മനസ്സിലാക്കി തന്നെ ആൻസർ ചെയ്യുക. വെറുതെ കടിച്ചാൽ പൊട്ടാത്ത വേർഡ്സ് അതിനകത്ത് ആഡ് ചെയ്തിട്ട് കാര്യമില്ല. എന്താണോ പാസേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ ആൻസർ ചെയ്യുക. ചില സമയത്ത് 1 or 2 വൊക്കാബ്സും വരാം, ബട്ട് മോസ്റ്റ്ലി 10 ക്വസ്റ്റ്യൻസ് അത് നമ്മളായിട്ട് എഴുതേണ്ട ഓപ്ഷൻസ് ഒന്നുമില്ല, നമ്മളായിട്ട് എഴുതണം. ഇൻ യുവർ ഓൺ വേർഡ്സ് 1 or 2 സെൻറ്റൻസസ് മതി. കാരണം ഒരു ക്വസ്റ്റ്യന് 2 മാർക്കായിരിക്കും. അപ്പോൾ ഇവിടെ 20 മാർക്ക്. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടെ ഉണ്ട്, ഇതാ ഷോർട്ട് എസ്സേ. ഷോർട്ട് എസ്സേസ് 2 എസ്സേസ് വേണേലും വരാം, 10 വെച്ച് അങ്ങനെയും വരാം, ഒരൊറ്റ ഷോർട്ട് എസ്സേയും വരാം. അപ്പോൾ പ്രൈസിക്ക് 20 മാർക്ക്, നമ്മുടെ റീഡിങ് കോംപ്രിഹെൻഷൻ 20, ഷോർട്ട് എസ്സേ ഒരെണ്ണമാണെങ്കിൽ 20, രണ്ടാണെങ്കിൽ 10 ഈച്ച്, 2 എണ്ണം. ഓക്കെ, ഇത്രയാണ് നമ്മൾ 60 മിനിറ്റിൽ, അതായത് 1 മണിക്കൂറിൽ എഴുതേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക്ക് നമുക്ക് തരും, അതിന് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, A or B അല്ലെങ്കിൽ C or D, അങ്ങനെ 2 എണ്ണം ആണെങ്കിൽ അങ്ങനെ, ഒരെണ്ണം ആണെങ്കിലും A or B എന്നുള്ള ഓപ്ഷൻസ് എന്താണെങ്കിലും ഉണ്ട്. അപ്പോൾ റെലവെൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ കറൻറ്റ് സോഷ്യോ എക്കോണമിക് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ലീഗൽ പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത്, കാരണം ഹൈക്കോർട്ടിൻ്റെ ആണല്ലോ, സോ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു എസ്സേ എഴുതണം. അതും ഈ പറഞ്ഞ ഷോർട്ട് എസ്സേ ആണെങ്കിൽ ഇത്രയും വേർഡ്സ് വരില്ല, അതിനകത്ത് അവർ ക്ലിയർ ആയിട്ട് പറയും 100 അല്ലെങ്കിൽ 120 എന്നൊക്കെ പറയും. അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മൾ ഒരു ഇൻട്രോ കൊടുക്കണം, ഒരു ബോഡി, അതേപോലെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ, അങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ തോട്ട്സ്, ഐഡിയാസ്, റെലവൻറ്റ് പോയിന്റ്സ് എല്ലാം അതിനകത്ത് എഴുതണം. ഗ്രമാറ്റിക്കൽ മിസ്റ്റേക്സ് ഒന്നും പാടില്ല, ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് മാർക്ക് പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രത്തോളം അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഐഡിയാസും തോട്ട്സും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ഷോർട്ട് എസ്സേയിലൂടെ അവർ നോക്കുന്നത്. അപ്പോൾ ഓരോന്നും 20 ഈച്ചാണ്, അങ്ങനെ 60 മാർക്സ് 1 hour ടൈം. ഇതാണ് ഡിസ്ക്രിപ്റ്റീവ്. ഡിസ്ക്രിപ്റ്റീവ് എന്താണെങ്കിലും എഴുതിയേ പറ്റൂ. പിന്നെ ഇവാലുവേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഒബ്ജക്റ്റീവിൻ്റെ മാർക്കിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് സൂപ്പർ നോട്ട്സിൽ നമുക്ക് പഠിക്കാം. ഇന്ന്, അതായത് 1-ാം തീയതി നമ്മുടെ അടുത്ത ബാച്ച്, സെക്കൻഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ മിഷൻ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്നുള്ള ബാച്ചിനകത്ത് പ്രിലിംസ് കം മെയിൻസ് കം ഇൻ്റർവ്യൂയുടെ കോച്ചിങ് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സാം എന്ന് വരെയാണോ അന്ന് വരെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റേറ്റൊക്കെ എല്ലാം ഉണ്ട്, നിങ്ങൾ ജോയിൻ ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾ ഈ തന്നിരിക്കുന്ന നമ്പർ ഒന്ന് നോക്കുക. പിന്നെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സിനും കണ്ടൻസിനും ആയിട്ട് നിങ്ങൾ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു ഓൾ. നമുക്ക് ക്ലാസ്സിൽ കാണാം.